ഹായ് ആൾ, അൻവർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് +1 മാത്തമാറ്റിക്സിന്റെ തുടർച്ചയായി വരുന്ന 4ാമത്തെ എപ്പിസോഡാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഈ ചെയ്യുന്നതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തത് +1 മാത്തമാറ്റിക്സിലെ ഒരു 3 ടോപ്പിക്സ് നമ്മൾ ചെയ്തു, അതേപോലെ തന്നെ അതിന്റെ എക്സസൈസ് ചെയ്തു. അപ്പോൾ അതുപോലെ നമ്മൾ എന്താണ് സെറ്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ് നമ്മൾ പറഞ്ഞു, അതിന്റെ റെപ്രസെന്റേഷൻ പറഞ്ഞു, അതിലെ ടൈപ്സ് പറഞ്ഞു, പിന്നെ അതിന്റെ കുറച്ച് കാര്യങ്ങൾ, അതിന്റെ പ്രോപ്പർട്ടീസും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ, ഫൈനൈറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ ഓപ്പറേഷൻസും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇനിയും എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബെല്ലൈക്കൺ അതിന്റെ കൂടെ പ്രസ് ചെയ്യാം. സോ നമുക്ക് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്ന, നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെച്ചത് നമ്മൾ ഏത് യൂണിവേഴ്സൽ സെറ്റിനെ കുറിച്ചായിരുന്നു. ഇപ്പൊ യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ പറഞ്ഞ സമയത്ത് ഞാൻ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിരുന്നു. എന്താണ് യൂണിവേഴ്സൽ സെറ്റ്? നമ്മൾ ഏത് കാര്യത്തിനെ കുറിച്ച് പഠിക്കാനാണ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു സെറ്റ് ആ യൂണിവേഴ്സൽ സെറ്റിന്റെ എന്തായിരിക്കും, സബ്സെറ്റ് ആയിരിക്കും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഞാനൊരു യൂണിവേഴ്സൽ സെറ്റ് എടുക്കാണ്, ഞാൻ യു എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യൽ യു എന്നാണ്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റിൽ വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 9 10. ഇത് ഈ സെറ്റുകളാണ്, അല്ലെങ്കിൽ ഈ നമ്പേഴ്സ് ആണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സെറ്റാണ് ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ ഞാൻ ഇതിന്ന് വേറൊരു സെറ്റ് എടുക്കുകയാണ്, സെറ്റ് എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുകയാണ്. ഈ എ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് 2 4 6 8 10 എന്ന് പറയുന്ന ഒരു സെറ്റാണ്. അപ്പൊ നമുക്കറിയാം എ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആണ് നമുക്കറിയാം, ശരിയല്ലേ? അതായത് എ ഈസ് സബ്സെറ്റ് ഓഫ് യു എന്ന് പറയാം, അല്ലെ? അതായത് എ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആണ് എന്ന് നമുക്കറിയാം, അല്ലെ? എ ഈസ് ദ സബ്സെറ്റ് ഓഫ് യു, എ സബ്സെറ്റ് യു. സോ ഇതിനെ നമ്മൾ ഒരു ഡയഗണൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡയഗ്രാം ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഞാനൊരു ബോക്സ് വെക്കുന്ന, ഒരു റെക്ടാംഗിൾ വരയ്ക്കുന്നു. ഓക്കെ, ഒരു റെക്ടാംഗിൾ. ഈ റെക്ടാംഗിൾ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിനെ സൂചിപ്പിക്കുന്നതാണ്. യു ആണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് യു. അപ്പൊ ഈ സെറ്റ് ഉദ്ദേശിക്കുന്നതിൽ ഏതൊക്കെ നമ്പേഴ്സ്? ഒരു 1 2 3 4 5 6 7 8 9 10 എക്സെട്ര. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ അടയാളപ്പെടുത്തുന്നു 1 2 3 4 5 6 7 8 9 10. സോ ഈ ഒരു യൂണിവേഴ്സൽ സെറ്റിൽ വരുന്ന എലമെന്റ്സിന് ഞാൻ ഇതേപോലെ നമ്പേഴ്സ് അടയാളപ്പെടുത്തി. ഓക്കെ ആണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ്, ഇതിന്റെ യൂണിവേഴ്സൽ സെറ്റിന്റെ നമ്മൾ ഡയഗ്രാം റെപ്രസെന്റ് ചെയ്തതാണ് എന്ത്, യൂണിവേഴ്സൽ സെറ്റ്. ഈ യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആണ് ആര്, സെറ്റ് എ എന്ന് പറയുന്നത്. എ ഏതിന്റെ സബ്സെറ്റ് ആണ്? യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആണ്. യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആയിട്ട് വരുന്നത് എ ആണെങ്കിൽ ആ എയിലുള്ള എലിമെന്റ്സ് 2 4 6 8 10 ആണ്. അപ്പോ ഇതിന്റെ ഉള്ളിലുള്ള ആ ഒരു എ എന്ന് പറയുന്നതിന് ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ആ ഒരു സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഒരു സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഒരു റൗണ്ട് സർക്കിൾ. സോ ഈ ഒരു സർക്കിളിന്റെ ഉള്ളിൽ വരുന്നത് 2 4 8 6 10. 2 4 6 8 10. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ സെറ്റ് ഞാൻ ഈ ബ്ലൂ ഇങ്കില് റെപ്രസെന്റ് ചെയ്തത് ശരിക്കും എന്താണ്? സെറ്റ് എ ആണ്. സോ ഇതിനെ നമ്മൾ സെറ്റ് എ എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഏതൊരു സെറ്റിനെയും നമ്മൾ ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം? വെൻ ഡയഗ്രാം എന്ന് പറയും. വെൻ ഡയഗ്രാം. ഓക്കെ, വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ഒരു യൂണിവേഴ്സൽ സെറ്റിനെയും ഒക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു റെപ്രസെന്റേഷൻ ആണ് എന്ത്, ജോമെട്രിക്കൽ റെപ്രസെന്റേഷൻ ആണ് ആര് ശരിക്ക് ഈ ഒരു വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുക നമ്മൾ സെറ്റ്സുകളെ. അപ്പൊ സെറ്റ് നമ്മൾ എഴുതുമ്പോൾ എന്തായാലും എന്ത് വരും? ഒരു റെക്ടാംഗിൾ രൂപത്തിൽ വരുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. നമുക്കറിയാം ഏതൊരു സെറ്റ് എടുത്താലും അതിനെന്തുണ്ടാവും? ഒരു യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട്
ഉണ്ടാവും, ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് വേറൊരു സെറ്റും കൂടി വേണമെങ്കിൽ ഉണ്ടാക്കാം. ഓക്കെ, എന്ത് ചെയ്യാം, ഇവിടെ വീണ്ടും നമുക്കൊരു സെറ്റും കൂടി ഉണ്ടാക്കാം. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, ഞാൻ ഇവിടെ വേറൊരു സെറ്റും കൂടി ഉണ്ടാക്കാണ്. ഇതിൽ നിന്ന് ഞാൻ വേറൊരു സെറ്റ് എഴുതാണ്, ബി എന്ന് പറയുന്ന ഒരു സെറ്റ്. ബി എന്ന് പറയുന്ന സെറ്റ് ബി എന്ന് പറയുന്ന സെറ്റ് എന്തൊക്കെ? 2, 4, 8. ഓക്കെ, അപ്പൊ 2, 4, 8 എന്ന് പറയുന്നത് ഏതിന്റെ സബ്സെറ്റ് ആണ്? യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആണ്. അതേപോലെ തന്നെ എ എന്ന് പറയുന്നതിന്റെ സബ്സെറ്റ് ആണ്. അപ്പോ ബി സബ്സെറ്റ് ഓഫ് എ അല്ലെ? ബി ഏതിന്റെ സബ്സെറ്റ് ആണ്? എന്റെ സബ്സെറ്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഇതിനെങ്ങനെ നമ്മൾ വെൻ ഡയഗ്രാമിൽ അടയാളപ്പെടുത്താം? ആരൊക്കെ വരും? 6 വരുമോ? 10 വരുമോ? ഇല്ല. അപ്പൊ നമ്മൾ വീണ്ടും അതിന്റെ ഉള്ളിൽ വേറൊരു സർക്കിൾ വരും. ഓക്കെ ആണല്ലോ. സോ അതിനെ നമ്മൾ ഇവിടെ ബി ആണ്, ഇത് ബി ആണ്. സോ ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ഒരു സെറ്റുകളെ നമ്മൾ ഇതേപോലെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം? വെൻ ഡയഗ്രാം എന്ന് പറയാം. ഇങ്ങനെ ഒരു ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുക ഒരു സെറ്റുകളെ നമ്മൾ ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാം? വെൻ ഡയഗ്രാം എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള വളരെ സിമ്പിൾ ആണ് ഈ ഒരു ഭാഗം. നമുക്ക് വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാനാണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ, അതായത് വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സെറ്റ്സ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ മീൻസ് ഓഫ് ഡയഗ്രാംസ്. അതായത് ഡയഗ്രാംസ് രൂപത്തിൽ സെറ്റുകളുടെ റിലേഷൻഷിപ്പ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാം? വെൻ ഡയഗ്രാം എന്ന് പറയാം. ഒരു എക്സാമ്പിളും കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തു നോക്കാം. ഒന്നുകൂടി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ആദ്യം ഒരു യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ ആണല്ലോ. സോ യൂണിവേഴ്സൽ സെറ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഒരു ഉദാഹരണം വിചാരിക്കാം. 1, 2, 3, 4, 5, 6, 7, 8 and 9, 10. ഓക്കെ, നേരത്തെ പോലെ തന്നെയാണ്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് എന്നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് റെക്ടാംഗിൾ രൂപത്തിലാണ്. സോ റെക്ടാംഗിൾ എഴുതി കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. സോ നമ്മൾ ഇതേപോലെ യൂണിവേഴ്സൽ സെറ്റ് യു എന്ന് എഴുതി വെക്കണം. നെക്സ്റ്റ് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റ്. എ എന്ന് പറയുന്ന സെറ്റ് എന്തൊക്കെയാണ്? ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. എ എന്ന് പറയുന്ന സെറ്റ് 2, 4, 6, 8 എന്നിങ്ങനെ 8 എത്ര മതി? 2, 4, 6, 8. ഇനി ബി എന്ന് പറയുന്ന ഒരു സെറ്റും കൂടി ഉണ്ട് എന്ന് വിചാരിക്കുക. ബി എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് 4, 6 ആണ്. കണ്ടല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ നമുക്ക് പറയാൻ പറ്റും എ സബ്സെറ്റ് ഓഫ് യു എന്ന് പറയാം. എ സബ്സെറ്റ് ഓഫ് യു. അതേപോലെ തന്നെ ബി സബ്സെറ്റ് ഓഫ് യു ആൻഡ് അത് ഏതിന് സബ്സെറ്റ് ആണ്? എക്ക് സബ്സെറ്റ് ആണ്. അപ്പൊ അതേപോലെ ഞാൻ ബി സബ്സെറ്റ് ഓഫ് എ. സോ ഇതിനെ നമ്മൾ എങ്ങനെ ഡയഗ്രാമിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സോ ഇതിൽ നമുക്ക് 1, 2, 3 up to 10 ഉണ്ട്. സോ നമ്മൾ എന്ത് എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ നമ്പേഴ്സ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? എ എന്ന് പറയുന്ന എലമെന്റ് എഴുതുന്നു. ഓക്കെ ആണല്ലോ. സോ ഇതിൽ ആരൊക്കെ വരുന്നുണ്ട്? ഇവിടെ സെറ്റ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2, 4, 6, 8. ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ ഇവിടെയാണ് 1, 2, 3 ഒക്കെ ഉണ്ട്. ഇനി നമ്മൾക്ക് ഏതാ പറയുന്നത്? ബി എന്ന് പറയുന്ന സെറ്റാണ്. ബി എന്ന് പറഞ്ഞാൽ 4, 6 മാത്രമേ. സോ ഇതിനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ പേര് കൊടുക്കണം. എ എന്ന് പറയുന്ന സെറ്റ് ഇങ്ങനെയാണ്. ഇനി അതിന്റെ ഉള്ളിൽ വരുന്ന ഒരു സെറ്റാണ് ബി എന്ന് പറയുന്നത്. സോ ഞാൻ എഴുതുന്നു ബി ആണോ? റിലേഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ബി എന്റെ ഉള്ളിലാണ് ആര്? ബി എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ, സബ്സെറ്റ് ആണെങ്കിൽ ഉള്ളിലായിട്ടല്ല പോവാം. ഇതിന്റെ ബോക്സ് അതിന്റെ ഉള്ളിൽ വേറൊരു സെറ്റ്, അതിന്റെ ഉള്ളിൽ വേറൊരു സെറ്റ്. ഇനി 4 എന്ന് പറയുന്ന ഒരു സെറ്റും കൂടി ഉണ്ടെങ്കിൽ ഇവിടെ അതിന്റെ ഉള്ളിൽ ഒരു സി എന്ന് പറയുന്ന സെറ്റ് 4 ആണെങ്കിൽ അത് അതിന്റെ ഉള്ളിൽ വരും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെൻ ഡയഗ്രാം കാര്യങ്ങളൊക്കെ നമുക്ക് ഹയർ സ്റ്റഡീസിലൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഇത് ലോജിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഈ ഒരു ഭാഗം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു ഭാഗത്തിലേക്ക് പോവാം. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഓപ്പറേഷൻസ് നമുക്കറിയാം. 2 നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും, അതേപോലെ തന്നെ ഡിവൈഡ് ചെയ്യും, അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ? ഇതാണ് ഓപ്പറേഷൻസ്. നമുക്ക് 2 നമ്പേഴ്സ് കിട്ടിയാൽ നമ്മൾ അതുകൊണ്ട് ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ് അത്. ഇനി നമ്മളെ കയ്യിൽ 2 സെറ്റ് കിട്ടിയാൽ എന്താ ചെയ്യാം അല്ലെ? നമ്മളത് ആഡ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യുക, അങ്ങനെയുള്ള കൺസെപ്റ്റ് അല്ല സെറ്റ്സിൽ വരുന്നത്. സെറ്റ് 2 സെറ്റുകൾ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ 2 രൂപത്തിലാണ് അത് ചെയ്യുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. അത് ഓപ്പറേഷൻസ് ഓഫ് സെറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ആദ്യം നമ്മൾ നോക്കുക. ഞാനൊരു സെറ്റ് എടുക്കാണ്. എ എന്ന് പറയുന്ന ഒരു സെറ്റ്. എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കാണ്. എ എന്ന് പറയുന്ന സെറ്റ് ഞാൻ എടുക്കുന്നത് ഒരു 2, 4, 6, 8 എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. ബി എന്ന് പറയുന്ന സെറ്റ് ഇതിന്റെ സബ്സെറ്റ് അല്ലാത്തൊരു സെറ്റ് എടുക്കുക. ഓക്കെ, ഞാൻ വേറൊരു സെറ്റ് എടുക്കുന്നു. 6, 8, 10, 12 എന്ന് പറയുന്ന ഒരു സെറ്റ്. ഓക്കെ, ഇതിവിടെ നമുക്ക് 2 സെറ്റ് കിട്ടി.
അപ്പൊ നമ്മൾ രണ്ട് സെറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ രണ്ട് നമ്പേഴ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ ആഡ് ചെയ്യും, സബ്സ്ട്രാക്ട് ചെയ്യും, ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഇതൊക്കെ ചെയ്യാറുണ്ട്. ശരിക്കും രണ്ട് ഓപ്പറേഷൻസേ ഉള്ളൂ, ഒന്ന് അഡിഷനും അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും. അത് നേരെ റിവേഴ്സ് ചെയ്യുന്നതാണ് സബ്സ്ട്രാക്റ്റും അതേപോലെ തന്നെ ഡിവിഷനും. ഓക്കെ, സോ നമുക്ക് അത് അങ്ങനെ സിംഗിൾ ആയിട്ട് രണ്ട് ഓപ്പറേഷൻസ് മെയിൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ജസ്റ്റ് നാലുണ്ടെങ്കിൽ പോലും നമ്മൾ അതിന്റെ റിവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒന്നാക്കി എടുക്കുകയാണ്, രണ്ടെണ്ണം പറയാണ്. അപ്പൊ ഞാൻ ഇവിടെ എടുക്കുന്നു, ഒന്ന് എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും. നമുക്കറിയാം എ എന്ന് പറയുന്നത് ബിന്റെ സബ്സെറ്റോ അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് എന്റെ സബ്സെറ്റോ അല്ല. ഓക്കെ ആണല്ലോ, ഇത് സബ്സെറ്റ് ആണോ? അല്ല. എന്റെ സബ്സെറ്റോ ബിന്റെ സബ്സെറ്റോ അല്ല. ഇനി ഞാൻ നോക്കാം ഇതിനെ ഓപ്പറേറ്റ്. ഇപ്പൊ നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ട് ഓപ്പറേഷൻ നടത്തുകയാണെങ്കിൽ രണ്ട് രൂപത്തിൽ നമുക്ക് ഇതിന് പോസിബിൾ. ഡിവിഷനോ അല്ലെങ്കിൽ അഡിഷനോ ഒന്നും ഇതിൽ നടക്കൂല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിലുള്ള എലമെന്റ് ഒരുമിച്ച് എഴുതാം അല്ലെ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇതിന്റെ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ 2, 4, 6, 8. 2, 4, 6, 8 ഇതിലുണ്ടല്ലോ. ഇനി ഇത് രണ്ടും കൂടി മിക്സ് ആക്കാം അല്ലെ. ഇപ്പൊ ഒരു പാത്രത്തില് ഒരു ബോക്സിൽ കുറച്ച് പന്തും മറ്റൊരു ബോക്സിൽ രണ്ട് പന്തുണ്ടെങ്കിൽ ഇവര് തമ്മിൽ എന്താ ചെയ്ത് രണ്ടും കൂടി ഒറ്റ നിൽക്കിടൂലേ. അതേപോലെ ഞാൻ ഇവിടെ 2, 4, 6, 8 എന്ന് പറയുന്ന എലമെന്റ്സ് ഇതിലുണ്ട്. ഇതിൽ 6, 8, 10 എന്നുണ്ട്. ഇനി അതേപോലെ ഇവിടെ 2, 6, 4, 8, 10. ഇനി ഇതിലേക്ക് നമ്മളിത് കൊണ്ടുവരാം. അപ്പൊ 6, 8 ഇതിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് അത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം രണ്ട് തവണ ഒരു എലമെന്റ് റിപ്പീറ്റ് ചെയ്യില്ല സെറ്റില്. അപ്പൊ 6, 8 ഇതിലുണ്ട്. ഇനി ബാക്കി ആരാ? 10, 12 അല്ലെ. അതായത് ഈ എയും ബിയും എന്ത് ചെയ്തു? ഒന്ന് യുണൈറ്റ് ചെയ്തു അല്ലെ, ഒന്ന് കൂടിച്ചേർന്നു. സെറ്റ് എയും സെറ്റ് ബിയും എന്തായി? ഒന്ന് യുണൈറ്റ് ചെയ്തു അല്ലെ, ശരിയല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു സെറ്റിനെ പറയുന്ന പേരാണ് എ യൂണിയൻ ബി. ഉണ്ടോ? എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റാണ് ഏത്? സെറ്റ് 2, 4, 6, 8, 10, 12 എന്ന് പറയുന്നത്. അപ്പൊ യൂണൈറ്റ് ചെയ്തതുകൊണ്ട് അതിനെ യൂണിയൻ എന്ന് പേര് വന്നു. അപ്പൊ എ യൂണിയൻ ബി കാണാൻ പറയുകയാണെങ്കിൽ ഇതിലുള്ള എലമെന്റ് ഒരുമിച്ച് എഴുതിയാൽ മതി. എക്സാമിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, വളരെ സിമ്പിൾ ആണ്. അപ്പൊ എ യൂണിയൻ ബി. ഈ എ യൂണിയൻ ബി എന്ന് പറയുന്നതിന് പകരം നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യൽ എങ്ങനെ ഇതിനെ ഡിനോട്ട് ചെയ്യാന്ന് വെച്ചാൽ എ യൂണിയൻ എന്ന് പറഞ്ഞാൽ യു, യൂണിവേഴ്സലിന്റെ യു അല്ല, യൂണിയൻ യു. ഓക്കെ, എ യൂണിയൻ ബി എന്നാണ് ഇതിന് പറയുന്നത്. ഇതാണ് ഒരു ഓപ്പറേഷൻ. എന്താ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും എലമെന്റ്സുകൾ ഒരുമിച്ച് വരിക എന്നർത്ഥം. സോ എ യൂണിയൻ ബിയിൽ ആരൊക്കെ ഉണ്ടാവുക? 2, 4, 6, 8, 10, 12. സിമ്പിൾ അല്ലേ? അപ്പൊ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എ എന്ന് പറയുന്ന എലമെന്റിൽ നിന്നും എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ബി എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ഒരുമിച്ച് വരുന്ന എലമെന്റ്സിനെ പറയുന്ന പേരാണ്, ആ ഒരു സെറ്റിനെ പറയുന്ന പേരാണ് യൂണിയൻ സെറ്റ്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എ യൂണിയൻ ബി എന്ന് പറയുന്ന ആ രണ്ട് സെറ്റുകളുടെ യൂണിയൻ സെറ്റ് ആണ് നമ്മൾ എഴുതുന്നത്. ഇതാണ് ആദ്യത്തെ ഓപ്പറേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ലെറ്റ് എ ആൻഡ് ബി എനി ടു സെറ്റ്സ് അല്ലെ. എയും ബിയും ഏതെങ്കിലും രണ്ട് സെറ്റുകളാണെന്ന് വിചാരിക്കുക. ദ യൂണിയൻ ഓഫ് എ ആൻഡ് ബി, എയുടെയും ബിയുടെയും യൂണിയൻ എന്ന് പറയുന്നത് ഈസ് ദ സെറ്റ്, അതൊരു സെറ്റ് ആണ്, വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് എ. അത് എന്താണെന്നാണ് പറയുന്നത്. അതിൽ എന്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓൾ എലമെന്റ്സ് ഓഫ് എ, എയിലുള്ള എല്ലാ എലമെന്റ്സും ഉണ്ട്. ഓഫ് ഓൾ ദി എലമെന്റ്സ് ഓഫ് ബി, ബിയിലുള്ള എല്ലാ എലമെന്റ്സും വരുന്ന ഒരു സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? യൂണിവേഴ്സൽ സെറ്റ്. സിംബോളിക്കലി എ യൂണിയൻ ബി എന്നാണ് സിംബോളിക്കലി ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് റീഡ് ചെയ്യൽ എന്താ? എ യൂണിയൻ ബി എന്നാണ് ഇതിനെ നമ്മൾ വായിക്കുക. എന്താണ്? എ യൂണിയൻ ബി. ഇതിനെ നമ്മൾ വായിക്കല് എ യൂണിയൻ ബി എന്നുള്ളതാണ്. വേണ്ട ആളുകൾക്ക് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സോ എ എന്ന് പറയും. ഇപ്പൊ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം, ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ നോക്കാം, എ എന്ന് പറയുന്ന സെറ്റ് എ ഇ ഐ ഒ യു. ഇത് സെറ്റ്, അതിന്റെ സെറ്റ് ബിൽഡർ ഫോം എന്താ? വോവൽസ് ആണ്, ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വോവൽസ് ആണ്. ബി എന്ന് പറയുന്ന സെറ്റ് നോക്കാം. ബി എന്ന് പറയുന്നത് എ ഐ യു എന്നാണ് അല്ലെ. ബി എന്ന് പറയുന്ന സെറ്റ് നമുക്ക് 2 സെറ്റ് തന്നു. നമ്മൾ ഇത് കാണാൻ പറഞ്ഞ ഷോ ദാറ്റ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ തന്നെയാണെന്ന് നമ്മളോട് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യാൻ പറയണം, തെളിയിക്കാൻ പറയുന്നുണ്ട്. സോ ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ എയും ബി നോക്കാം. അപ്പൊ എ യൂണിയൻ ബി ഇതിൽ കാണാം നമുക്ക്. സോ എ യൂണിയൻ ബി എന്താ? എ യൂണിയൻ ബി എന്താ? എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലെയും ബിയിലെയും എലമെന്റ്സിനെ നമ്മൾ ഒരുമിച്ച് എഴുതുന്നു. സോ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ വരിക പറഞ്ഞോ? എ എന്ന് പറയുന്നത് എ ഇ ഐ ഒ യു. അപ്പൊ നമ്മൾ എ യൂണിയൻ ബി ചെയ്യുമ്പോൾ എയിലുള്ള എല്ലാ എലമെന്റ്സും നമ്മൾ ആദ്യം എഴുതിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മൾ ബിയിലുള്ള എലമെന്റ്സും കൂടി ഇതിലേക്ക് നോക്കാം. എ ഇതിലുണ്ടല്ലോ,
ഉണ്ട്. ഇല്ലെങ്കിൽ മാത്രം നമ്മൾ എക്സ്ട്രാ കൊടുത്താൽ മതി. ഐ ഉണ്ടല്ലോ, ഇതിൽ ഐ ഉണ്ട്, യു ഇതിലുണ്ട്. സോ ഇത് തന്നെ കിട്ടി. സോ എ യൂണിയൻ ബി എന്ന് പറയുന്ന എ ഇ ഐ ഒ യു എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? സെറ്റ് എ തന്നെയാണ്. സോ എന്ത് തന്നെ കിട്ടി? നമുക്ക് ഇവിടുന്ന് പറയാം എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ എന്ന് നമുക്ക് കിട്ടും. അപ്പൊ തെളിയിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് വരാറുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എ യൂണിയൻ ബി. അപ്പൊ നമ്മൾ രണ്ട് സെറ്റുകളെ റെപ്രസെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ സെറ്റ്സുകളെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഏത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ വെൻ ഡയഗ്രാം ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു യൂണിയൻ എന്ന് പറയുന്ന സെറ്റിന്റെ വെൻ ഡയഗ്രാം എങ്ങനെ വരക്കാം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കുക. വെൻ ഡയഗ്രാം വരക്കാറുണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് എന്താ ഒരു സെറ്റ് എടുക്കണം. ഞാൻ എടുക്കുന്നു ലെറ്റ് എ ഒരു സെറ്റാണ്. എ എന്ന് പറയുന്ന ഒരു സെറ്റാണ്. എ ഈസ് എനി സെറ്റ്. അതേപോലെ തന്നെ ബിയും എന്താണ്? ഈസ് എനി സെറ്റ്, ഈസ് അനദർ സെറ്റ്. ബി എന്ന് പറയുന്നത് അനദർ സെറ്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്നതിന്റെ സെറ്റ് ബിൽഡർ ഫോം എന്തായിരിക്കും? സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്, അതായത് എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി ആണെങ്കിൽ, അതായത് എ യൂണിയൻ ബിയിൽ എക്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എക്സ് ഒന്നെങ്കിൽ എക്സ് ബിലോങ്സ് ടു എ ആയിരിക്കും, അല്ലെങ്കിൽ ഓർ എക്സ് ബിലോങ്സ് ടു ബി ആയിരിക്കും. ശരിയല്ലേ? അല്ലെ? എന്നാലേ ആ യൂണിയനിൽ വരുള്ളൂ. ആര്? എയിലുള്ള എലമെന്റും ബിയിലുള്ള എലമെന്റും ഒരുമിച്ച് വന്നതിലുള്ള ഒരു എലമെന്റ് ആണ് എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ ആ എക്സ് ഒന്നെങ്കിൽ എയിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ എക്സ് ബിയിൽ നിന്നായിരിക്കും. നമുക്കറിയാം. അപ്പൊ ഇതിന്റെ വെൻ ഡയഗ്രാം എന്തായിരിക്കും നോക്കാം. അപ്പൊ നമുക്കറിയാലോ എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഒരു സെറ്റ് ആണ്. ഓക്കെ ആണല്ലോ. സോ ആ എ യൂണിയൻ ബി വരുന്നത് ഇതിൽ നിന്നും. അപ്പൊ എന്റെയും ബിന്റെയും ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കറിയാം ഏത് സെറ്റിനും അതിനൊരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യൽ എങ്ങനെയായിരുന്നു? ഒരു റെക്ടാംഗിളിലായിരുന്നു. അപ്പൊ നമ്മൾ ഏത് വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ അവിടെ ഒരു യൂണിവേഴ്സൽ സെറ്റ് നിർബന്ധമായിട്ട് ഉണ്ടാവണം. ആ യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ റെക്ടാംഗിൾ രൂപത്തിലാണ് നമ്മൾ അടയാളപ്പെടുത്തുക. അപ്പൊ നമ്മൾ സൈഡിൽ യു എന്ന് എഴുതി വെക്കണം, യൂണിവേഴ്സൽ സെറ്റ്. ഇനി എന്താ പറയുന്നത്? ഇനി ഇവിടെ എയും ബിയും ആണ്. എയും ബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ടാവും, ബി എന്ന് പറയുന്ന സെറ്റ് ഉണ്ടാവും. ഈ ബി എന്ന് പറയുന്ന സമയത്ത് ചില സമയത്ത് എയും ബിയും ഒരുമിച്ച് വരാം, അല്ലെ? എയിലുള്ള എലമെന്റിന്റെ ബിയിലും വരാം. ചിലത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലത് എയിലുള്ള ഒരു എലമെന്റും ബിയിൽ തീരെ വരില്ല. അങ്ങനെയൊക്കെ വരുന്ന സെറ്റുകൾ ഉണ്ടാവും. അപ്പൊ ഞാനിവിടെ എ എന്ന് പറയുന്ന ഒരു സെറ്റിനെ ഞാൻ എ ഇതേപോലെ അടയാളപ്പെടുത്തി, അല്ലെ? എ എന്ന് പറയുന്ന സെറ്റിനെ ഞാൻ ഇതേപോലെ അടയാളപ്പെടുത്തി. ഇത് എ എന്ന് പറയുന്ന സെറ്റാണ്. ഇനി ബി എന്ന് പറയുന്ന സെറ്റ് രണ്ട് രൂപത്തിൽ ഉണ്ടാകാം, അല്ലെ? എങ്ങനെ? ഒന്നെങ്കിൽ ഇവര് തമ്മിൽ തീരെ ഒരു ബന്ധമില്ലാതെ ഉണ്ടാകുന്ന ഒരു സെറ്റ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുകയാണ്. എ എന്ന് പറയുന്ന സെറ്റ് 2, 3, 4, 5 ഇതൊരു സെറ്റാണ്. ബി എന്ന് പറയുന്ന സെറ്റ് എന്താ? 7, 8, 9 ഇങ്ങനെ ചാൻസ് ഉണ്ട്, അല്ലെ? അപ്പൊ ഇവര് രണ്ടും എന്ത് ചെയ്യും? എന്താ ചെയ്യാ? കണക്ട് ചെയ്യാതെ നിൽക്കും, അല്ലെ? കണക്ട് ചെയ്യാതെ നിൽക്കും ചില സമയത്ത്. ഇനി ചില സമയത്ത് എങ്ങനെ വരാം? ഇവർ രണ്ടാളും ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ 5 കൂടി ഉണ്ടെന്ന് വിചാരിക്കുക, 7 പിന്നെ ഇവിടെ ഒരു 5 കൂടി വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഇവര് കണക്റ്റഡ് ആയിരിക്കും. ഒരു എലമെന്റ് രണ്ടിലും പൊതുവായിട്ട് വരുന്ന ആളുണ്ടാവും. ശരിയല്ലേ? യൂണിവേഴ്സൽ സെറ്റിൽ. സോ അതിനെ നമ്മൾ ഇതേപോലെ അടയാളപ്പെടുത്തി. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നല്ലോ. സോ അങ്ങനെ എഴുതി. ഇത് സെറ്റ് ബി ആണ്. ഇനി എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? എയിലെയും ബിയിലെയും എലമെന്റ്സ് വരും, അല്ലെ? സോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഞാൻ ഷെയ്ഡ് ചെയ്യും. ഇതേപോലെ. ഓക്കെ ആണല്ലോ. സോ ഇതിനാ നമ്മൾ പറയുന്ന പേരാണ്, ഈ എയിലെയും ബിയിലെയും ഈ ഒരു സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയാം? എ യൂണിയൻ ബി. ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിലുള്ള സെറ്റുകളെയാണ് നമ്മൾ എന്ത് പറയാം? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. സോ ഈ ഒരു ഷെയ്ഡ് ചെയ്ത ഭാഗം, ഇത് രണ്ട് സെറ്റുകളാണെങ്കിൽ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് എന്ത്? യൂണിവേഴ്സൽ സെറ്റ്. ചില സമയത്ത് കണക്റ്റഡ് അല്ലാത്ത രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ സെറ്റുകൾ, അപ്പൊ നമ്മൾ ഇങ്ങനെ ആയിരിക്കും വരും. ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. സെറ്റ് ഇങ്ങനെ വരും, ഒന്ന് ഇങ്ങനെ വരും. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് ആവുമ്പോൾ എന്ത് ചെയ്യുക? ഈ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഈ ഷെയ്ഡ് ചെയ്ത രണ്ടും എന്തായിരിക്കും? എ യൂണിയൻ ബി ആയിരിക്കും. ദ ഷെയ്ഡഡ് പാർട്ട് ഈസ് റെപ്രസെന്റഡ് എ യൂണിയൻ ബി. സോ എ യൂണിയൻ ബി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സംഗതി എ യൂണിയൻ ബി എന്താണ് എന്നുള്ളത്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ചില പ്രോപ്പർട്ടീസ്, ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്കുണ്ട്. നമുക്ക് അറിയാവുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. നമ്മൾ സാധാരണ അറിയുന്ന കാര്യമാണ്. നമുക്കറിയാം. ഇപ്പോ അതിൽ എക്സാമ്പിൾ ആയിട്ട് വരുന്നപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ 1 + 2 + 3 എന്ന് പറയാം, അല്ലെ? അതായത് 1ഉം 2ഉം കൂട്ടിയിട്ടായിരിക്കും 3 കൂട്ടുന്നതും, അതേപോലെ തന്നെ
2 അതേപോലെ 1+2+3 കൂട്ടുന്നൊക്കെ തുല്യമാണ്. ഇനിയിപ്പോൾ 2 എലമെന്റ് ആണ്, ഈ 3+2 എന്ന് പറഞ്ഞാലും 2+3 എന്ന് പറഞ്ഞാലും ഒക്കെ സെയിം ആണ്. ഇതേപോലെ ചില പ്രോപ്പർട്ടീസ് ഏതിന് വരും, ഈ ഒരു യൂണിയൻ എന്ന് പറയുന്നിടത്ത് വരും. ഇതിനെ കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ് എന്നൊക്കെ പറയുന്ന ലോയുമായി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ പറയാറുള്ളത്. സോ അതൊന്ന് ചെയ്ത് നോക്കാം. യൂണിവേഴ്സൽ സെറ്റുമായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ചില പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, ഇത് തെളിയിക്കാനൊക്കെയാണ് പറയാറുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ബി യൂണിയൻ എ ആണ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. അതായത് എ യൂണിയൻ ബി പറഞ്ഞാലും ബി യൂണിയൻ എ എന്ന് പറഞ്ഞാലും സെയിം ആണല്ലേ. എയിലുള്ള എലമെന്റും ബിയിലുള്ള എലമെന്റ്സും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് പ്രയാസമൊന്നുമില്ല. ഇനി എ യൂണിയൻ ബി യൂണിയൻ സി. എ യൂണിയൻ ബി കണ്ട് 3 സെറ്റുകൾ ഉണ്ട്. എ യൂണിയൻ ബി കണ്ടു, പിന്നെ യൂണിയൻ സി കൂടി ചെയ്തു. ഓക്കെ, അങ്ങനെ ചെയ്താലും എ യൂണിയൻ ബി യൂണിയൻ സി ആദ്യം ചെയ്തിട്ട് അതിലേക്ക് എ യൂണിയനും കൂടി ചെയ്തു കഴിഞ്ഞാലും സെയിം ആൻസർ ആയിരിക്കും കിട്ടുക. അതാണ് അസോസിയേറ്റീവ് ലോ എന്നൊക്കെ പറയാം. ഇത് എക്സാമിന് എങ്ങനെ ചോദിക്കാം, സെറ്റ് എയും തരും, സെറ്റ് ബിയും തരും, സെറ്റ് സി തരും. എന്നിട്ട് നമ്മളോട് പറയും പ്രൂവ് ഇറ്റ് സാറ്റിസ്ഫൈസ് കമ്മ്യൂട്ടേറ്റീവ് ലോ ഓർ അസോസിയേറ്റീവ് ലോ എന്നൊക്കെ പറയാറുണ്ട്. സോ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്താണ്, അതേപോലെ തന്നെ അസോസിയേറ്റീവ് ലോ എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. അസോസിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 3 തമ്മിൽ അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ എ യൂണിയൻ ഫൈ എന്ന് പറയുന്നതുമായിട്ട് ചെയ്യുമ്പോഴാണ് ലോ ഓഫ് ഐഡന്റിറ്റി എലമെന്റ്. അതായത് ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലുള്ള അതേ സെറ്റ് തന്നെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏതുമായിട്ടാണ് ഞാൻ യൂണിയൻ ചെയ്യേണ്ടത്, അത് ഫൈ എന്ന് പറയുന്നതുമായിട്ടാണ്. ഫൈ കൊണ്ട് യൂണിയൻ ചെയ്യുമ്പോൾ ഫൈല് എലമെന്റ്സ് ഇല്ല, അപ്പോൾ എന്ത് വരും, എ എന്ന് പറയും. ഇനി അതേപോലെ എ യൂണിയൻ എ. എ യൂണിയൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എ യൂണിയൻ എ എന്ന് പറയുന്ന എലമെന്റ് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഐഡം പൊട്ടന്റ് ലോ എന്നാണ് പറയുക. ഏതൊക്കെ 2 സെറ്റുകൾ, നേരത്തെ ഒരു എലമെന്റ് ആണോ, ഏത് എലമെന്റ് ആയിട്ട് യൂണിയൻ ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്കത് കിട്ടുക. അതാണ് ലോ ഓഫ് ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയാം. അപ്പൊ ഫൈ എന്ന് പറയുന്ന എലമെന്റ് ആണ് ഇവിടെ വരുന്നത്. ഇനി അതേപോലെ എ യൂണിയൻ എ. എ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഏത് സെറ്റുമായി യൂണിയൻ ചെയ്യുമ്പോഴാണ് ആ സെറ്റ് തന്നെ കിട്ടുക, അത് എ ആണ്. പിന്നെ യൂണിയൻ ലോ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് യൂണിവേഴ്സ് അല്ലെങ്കിൽ യൂണിയൻ എന്ന് പറയുന്നത് യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റ് കിട്ടണമെങ്കിൽ ഞാൻ ഏതുമായിട്ടാണ് യൂണിയൻ ചെയ്യേണ്ടത്, യൂണിവേഴ്സൽ സെറ്റുമായിട്ട് തന്നെയാണ് എനെ ഞാൻ യൂണിയൻ ചെയ്യേണ്ടത്. സോ ഈ ഒരു ഭാഗങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കാരണം എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നമ്മളോട് പറയാം 3 സെറ്റുകൾ തന്നിട്ട് നമ്മളോട് ഈ ഒരു ലോസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് പ്രൂവ് ചെയ്യാനായിരിക്കും പറയാം. നേരത്തെ നമ്മൾ ഒരു എക്സാമ്പിൾ ചെയ്തത് പോലെയുള്ള എക്സാമ്പിൾ, കാരണം എ യൂണിയൻ ബി ഈക്വൽ ടു എ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞില്ലേ, അതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതെന്ന് വരിക. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞു യൂണിവേഴ്സ് എന്ന് പറയുക അല്ലെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്ന യൂണിയൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ആണ് പറഞ്ഞത്. ഇനി പറയുന്നത് ഇന്റർസെക്ഷൻ ആണ്. നോക്കുക, അപ്പോൾ ഒരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ നോക്കുക. നേരത്തെ പോലെ തന്നെ ഞാനൊരു സെറ്റ് എടുക്കുകയാണ്, എ എന്ന് പറയുന്ന ഒരു സെറ്റ്. എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് ഞാൻ 1 2 3 4 5 6 7 8 9 10 എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ ആണല്ലോ. ഞാൻ ബി എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുന്നുണ്ട്. ബി എന്ന് പറയുന്ന ഒരു സെറ്റ്. ബി എന്ന് പറയുന്ന സെറ്റിന്റെ പ്രത്യേകത, ബി എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് ഞാൻ എടുക്കുകയാണ് 8 9 10 11 12 13. ഓക്കെ, ഇതാണ് സെറ്റ്. എ യൂണിയൻ ബി നമുക്ക് കാണാനറിയാം, എയിലെയും ബിയിലെയും എലമെന്റ്സ്, എയിലെയും ബിയിലെയും എലമെന്റ്സ്. ഇനി അടുത്തൊരു സെറ്റ് എടുക്കുകയാണ്. ഞാൻ എങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ 2ലും വരുന്ന എലമെന്റ്സ് ഉണ്ടാവും അല്ലെ, എയിലെയും ബിയിലും വരുന്ന എലമെന്റ്സ് ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ അത് ഏതൊക്കെയാണുള്ളത് നോക്കാം. 2ലും വരുന്ന എലമെന്റ്സ് ആരൊക്കെ, 2ലുള്ള എലമെന്റ്സ് ആണ്. അങ്ങനെയുള്ള സെറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോ 8 9 10 ഉണ്ട്, ഇവിടെ 8 9 10. അപ്പൊ 8 9 10. നേരത്തെ സെറ്റ് യൂണിയൻ പറഞ്ഞ സമയത്ത് നമ്മൾ എങ്ങനെ വന്നിരുന്നത്, എയിലും ഉണ്ട് ബിയിലും ഉണ്ട് എന്ന് പറയുന്ന സെറ്റായിരുന്നു. പക്ഷേ ഇവിടെ ഇന്റർസെക്ഷൻ പറയുമ്പോൾ 2ലും വരുന്ന എലമെന്റ്സ് ആണ്, 2 എലമെന്റ് വരുന്നതാണ്. ഇതിനെ പറയുന്ന പേരാണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയും. എ ഇന്റർസെക്ഷൻ ബി. എന്താ എ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ 2ലും വരുന്ന സെക്ഷൻ പാർട്ടാണ്, 2ലും വരുന്ന ആൾക്കാരാണ്. ഇപ്പൊ 2ലും വരുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ബോത്ത് ഇൻ സെറ്റ് എ ആൻഡ് സെറ്റ് ബി. സെറ്റ് എയിലും ബിയിലും ഉണ്ടാകുന്ന ആൾ. സോ അങ്ങനെയാണെങ്കിൽ എ സെറ്റ് എന്ന് പറയുന്നത് 8 9 10 ആണെങ്കിൽ ഇതിൽ 8 9 10. സോ ഇവിടെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് 8 9 10 എന്നുള്ളതാണ്. സോ ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യല് എ ഇന്റർസെക്ഷൻ ബി എന്നുള്ളതാണ്. അതായത് എൻ രൂപത്തിൽ.
ഇപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? രണ്ട് എയിലുണ്ട്, ബോത്ത് ഇൻ എ ആൻഡ് ബി. സോ ഇനി നമ്മൾ ഇതിനെ എഴുതും എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 8, 9, 10. ഓക്കെ ആണല്ലോ. അപ്പൊ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടിലും കോമൺ ആയി വരുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ എന്താ പറയുക, അതൊരു സെറ്റ് ആക്കി നമ്മൾ എഴുതുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ. അടുത്ത ഇന്റർസെക്ഷന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഇന്റർസെക്ഷന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ് എ ആൻഡ് സെറ്റ് ബി. അതായത് എ എന്ന് പറയുന്ന സെറ്റിന്റെയും ബി എന്ന് പറയുന്ന സെറ്റിന്റെയും ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ഈസ് ദ സെറ്റ്, അതൊരു സെറ്റ് ആണ്, ഓഫ് ഓൾ എലമെന്റ്സ്. അതിലുള്ള എലമെന്റ്സ് എങ്ങനെ? എല്ലാ എലമെന്റ്സ് വിച്ച് ആർ കോമൺ ടു ബോത്ത് എ ആൻഡ് ബി. എയിലെയും ബിയിലെയും കോമൺ ആയി വരുന്ന എലമെന്റിനെയാണ് നമ്മൾ, അതിന്റെ കളക്ഷൻ ഓഫ് എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാം? എ ഇന്റർസെക്ഷൻ. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞു എ ഇന്റർസെക്ഷൻ ബി എന്നാണ് ഇതിന് പറയാ. ഇതാണ് നോട്ടേറ്റ് ചെയ്യുക. സോ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നതിന്റെ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത് അതിലുള്ള എലമെന്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. എക്സിലും ബിയിലും ഉള്ള എലമെന്റ്സ്. യൂണിയൻ ആവുമ്പോൾ ഓർ ആണ് അല്ലെ? യൂണിയൻ എന്ന് പറയുമ്പോൾ ഓർ ആയിരിക്കും. അതേപോലെ തന്നെ ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആൻഡ് ആണ്. രണ്ടും കൂടി ഒരുമിച്ചാണ്. ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. സോ ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട് 1 2 3 4 5 up to 10. ബി എന്ന് പറയുന്ന സെറ്റ് 1 3 7 5 എന്ന് പറയുന്ന പ്രൈം നമ്പേഴ്സ് ആണ്. 1 3 7 5 എന്ന് പറയുന്നത്. സോ അങ്ങനെ പ്രൂവ് ദാറ്റ് നമ്മളോട് തെളിയിക്കാൻ പറയാണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എ തന്നെയാണ് അല്ലെങ്കിൽ ബി ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എ തന്നെ ആകുമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ. സോ നോട്ട് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി നോട്ട് ഈക്വൽ ടു എ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറയുന്നത്. നോട്ട് ഈക്വൽ ടു ആണ്. സോ അങ്ങനെയാണെങ്കിൽ പ്രൂവ് ദാറ്റ് എ ഇന്റർസെക്ഷൻ ബി നോട്ട് ഈക്വൽ ടു എ എന്ന് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കാണണം? എ ഇന്റർസെക്ഷൻ ബി കാണണം. സോ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ആസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആളാണ്. ഓക്കെ. സോ ആ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആൾ 1 3 7 5 അല്ലേ? ഇത് മാത്രമേ ഉള്ളൂ. വേറെ എലമെന്റ്സ് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ടോ? ഇത് ഏതിന് ഈക്വൽ ആണോ? എക്ക് ഈക്വൽ ആണോ? നോ. ഇത് എക്ക് ഈക്വൽ ആണ്. നോട്ട് ഈക്വൽ ടു എ ആണ്. സോ നമുക്ക് ഇങ്ങനെയും പ്രൂവ് ചെയ്യാൻ പറയാറുണ്ട്. ഇന്റർസെക്ഷന്റെ ഭാഗം കൃത്യമായിട്ട് ഓർത്തു വെക്കുക. രണ്ടും കൂടി വരുന്ന രണ്ട് സെറ്റിലും കൂടി ഒരുമിച്ച് വരുന്നതിനെയാണ് എന്ത് പറയാം? ഇന്റർസെക്ഷൻ എന്ന് പറയാം. ഓക്കെ. നമ്മളിപ്പോ കണ്ടു എ ഇന്റർസെക്ഷൻ നോട്ട് ഈക്വൽ ടു എ ആണെന്ന് കണ്ടു. പക്ഷെ 1 3 7 5 എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആണ്? ബിക്ക് ഈക്വൽ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഇതിന് ഏതിന് ഈക്വലാ? ശരിക്കും ബിക്ക് ഈക്വൽ ആണ്. സോ നമുക്ക് ഇവിടെ എഴുതാം എന്ത്? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കും? ബി എന്ന് പറയുന്ന സെറ്റിന് ഈക്വൽ ആണ്. ഇവിടെ ചില സമയത്ത് നമ്മൾ നേരെ തിരിച്ചും പ്രൂവ് ചെയ്യാൻ പറയും. പ്രൂവ് ദാറ്റ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി എന്ന് പ്രൂവ് ചെയ്യാൻ പറയും. സോ ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. ഫസ്റ്റ് ഇവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞ എ ഇന്റർസെക്ഷൻ ബി നോട്ട് ഈക്വൽ ടു എ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. ദെൻ പ്രൂവ് ദാറ്റ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി എന്ന് പ്രൂവ് ചെയ്യാനും എക്സാമിന് ചോദിക്കാറുണ്ട്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു സെറ്റിന്റെ ഇന്റർസെക്ഷൻ എന്താണെന്ന് നോക്കാം. ഇന്റർസെക്ഷൻ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു സെറ്റിന്റെ വെൻ ഡയഗ്രാം എങ്ങനെ വരുന്നത് എന്ന് നോക്കാം നമുക്ക്. ഇപ്പൊ നോക്കാം, വെൻ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് സെറ്റ് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. അപ്പോ എ ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി ആണ് അല്ലെ? എക്സും ബിയിലും വരുന്നതാണ്. ഫസ്റ്റ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു യൂണിവേഴ്സൽ സെറ്റ് ലൈക്ക് ദിസ്. യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. ഈ യൂണിവേഴ്സൽ സെറ്റില് പ്രത്യേകത എന്താ? ഇതാ എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ടാവും, ബി എന്ന് പറയുന്ന സെറ്റ് ഉണ്ടാവും. എ ബി. അപ്പൊ ഇങ്ങനെയാണ് സെറ്റ് വരുന്നത്. എ എന്ന് പറയുന്ന സെറ്റ് ഇങ്ങനെ, ബി എന്ന് പറയുന്ന സെറ്റ്. ഇനി നോക്കാം, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താ? രണ്ട് എയിലും ബിയിലും വരുന്ന പാർട്ടാണ്. ഇപ്പൊ ഇവിടെ എയിലും ബിയിലും വരുന്ന പാർട്ട് ഇവിടെ വരുമോ? ഇവിടെ വരുമോ? ഇല്ല. ഏതാ? ഈ പാർട്ട്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയാം. സോ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നതിന്റെ വെൻ ഡയഗ്രാം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഈ രൂപത്തിലായിരിക്കും എ ഇന്റർസെക്ഷൻ ബി. ഈ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഈ ഒരു ഭാഗത്തിലാണ് നമ്മൾ അത് പറയാറുള്ളത്. വളരെ ഇമ്പോർട്ടന്റ്. ഇനി ഒരു എക്സാമ്പിൾ, ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സംശയം ഉണ്ടാവും, സാർ എങ്ങനെയാണെങ്കിൽ ഇന്റർസെക്ഷൻ ഇല്ലെങ്കിലോ? ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഒരു എക്സാമ്പിൾ പറയാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ്, എ എന്ന് പറയുന്ന സെറ്റ് 1 2 1 3 5 7 ഇങ്ങനെ പറയുന്ന ഒരു സെറ്റ്, ബി എന്ന് പറയുന്ന 2 4 6. ഇത് എന്തെങ്കിലും റെപ്രസെന്റേഷൻ ഉണ്ടോ? ചെയ്യാൻ കഴിയില്ല. പക്ഷെ യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടാവും. സോ നമ്മൾ ഇതിന്റെ വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ
എ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, ബി എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, എയും ബിയും ഇതിൽ ഇന്റർസെക്ഷൻ അല്ല. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയും അല്ലെ. ഡിസ്ജോയിന്റ് ആണിത്. ഇവർ തമ്മിൽ ജോയിന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ ജോയിന്റ് സെറ്റ്സുകൾ ഉണ്ടാവും, ഡിസ്ജോയിന്റ് ഉണ്ടാവും. സോ ഇവിടെ എ എന്ന് പറയുന്നത് ബിയും എ ബി സെറ്റ് ആദ്യം ഡിസ്ജോയിന്റ് സെറ്റ്സ് ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ നമ്മൾ യൂണിയൻ പറയുമ്പോൾ യൂണിയനിൽ എന്തായാലും എന്താ ഉണ്ടാവണമെന്നില്ല, ഡിസ്ജോയിന്റോ അല്ലെങ്കിൽ ജോയിന്റ് ആയാലൊന്നും പ്രശ്നമല്ല. പക്ഷേ ഇന്റർസെക്ഷൻ പറയുന്ന സമയത്ത് ആ രണ്ട് സെറ്റുകളും എന്ത് തന്നെ ആയിരിക്കണം, ജോയിന്റ് ആയിട്ടുള്ള സെറ്റുകളായിരിക്കണം, ഡിസ്ജോയിന്റ് ആവാൻ പാടില്ല. ഓക്കെ, ജോയിന്റ് ആയാലേ രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ഡിസ്ജോയിന്റ് ആയി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും, അവിടെ യൂണിയൻ ഇന്റർസെക്ഷൻ ഉണ്ടാവില്ല, എ ഇന്റർസെക്ഷൻ ബി ഇവിടെ ഇല്ല. അപ്പൊ അതിനെ നമ്മൾ ഫൈ എന്നാണ് അടയാളപ്പെടുത്തുക. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഫൈ ആയിരിക്കും. ഡിസ്ജോയിന്റ് ആണെങ്കിൽ അതിലെ എലമെന്റ് എന്ന് പറയുന്നത് ഫൈ ആയിരിക്കും, അത് എം ടി സെറ്റ് ആണ്. ഓർത്തു വെക്കുക, ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഇനി ഇതിന്റെ കമ്മ്യൂട്ടേറ്റീവ്, ഇതിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ വെൻ ഡയഗ്രാം ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ബി ഇന്റർസെക്ഷൻ എ ആണ്. കമ്മ്യൂട്ടേറ്റീവ് ലോ ആണ് പറയുന്നത്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ബി ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി സമം എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഇത് അസോസിയേറ്റീവ് ലോ ഉണ്ട്. പിന്നെ അതേപോലെ ലോ ഓഫ് ഫൈ ആൻഡ് യു ആണ് ഏത് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നതിൽ ഐഡൻറ്റിറ്റി ആയിട്ട് വരുന്നത്. ഇനി ഐഡംപൊട്ടൻ്റ് ലോ എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ എ തന്നെയാണ് എ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ അഞ്ചാമത്തെ പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. അപ്പോൾ അതിൻ്റെ വെൻ ഡയഗ്രാം കൂടി നമുക്ക് താഴെ തരുന്നുണ്ട്. ബി യൂണിയൻ സി എന്ന് പറയുന്നത് എന്താണ് തരുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ പറയുന്ന ഒരു 4 വെൻ ഡയഗ്രാം കൂടി ഉണ്ട്. ഇത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. എക്സാമ്പിൾസ് വെച്ചൊന്ന് ചെയ്ത് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ പറയുന്നത്. രണ്ട് സെറ്റ്സിന്റെ ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. സോ അതിന്റെ കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യും. ഒരു ഉദാഹരണം പറയാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ്, എ എന്ന് പറയുന്ന സെറ്റ് നേരത്തെ പോലെ തന്നെ 1 2 3 4 5 6 7 8. ഓക്കെ, ഇങ്ങനെ ഒരു സെറ്റ്. ബി എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് ഞാൻ എഴുതുന്നു 2 4 6 8 ഇങ്ങനൊരു സെറ്റ്. അപ്പൊ നമുക്കറിയാം എ എന്ന് പറയുന്നതിന്റെ സബ്സെറ്റ് ആണ് ബി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. നേരത്തെ നമ്മൾ യൂണിയൻ ചെയ്തപ്പോൾ രണ്ടും ഒരുമിച്ച് ചെയ്തു അല്ലെ. ഞാൻ ഇവിടെ ഒരു എലമെന്റ് കൊടുക്കും 10. ഓക്കെ, സോ രണ്ടും ഒരുമിച്ച് ചെയ്തു. പിന്നെ ഇന്റർസെക്ഷൻ കണ്ടു. ഇനി നമുക്കൊരു കമ്പാരിസൺ നടത്താം അല്ലെ. എയിലുണ്ട് ബിയിലില്ല. എന്താ, എയിലുണ്ട് ബിയിലില്ല. അപ്പൊ എയിലുണ്ട് ബിയിലില്ല എന്ന് പറയുമ്പോൾ ഏതൊക്കെ എലമെന്റ്സാ? ഏതിലുണ്ട്? എ എന്ന് പറയുന്ന സെറ്റിലുണ്ട്, പക്ഷെ ബി എന്ന് പറയുന്ന സെറ്റിലില്ല. അത് ഏതൊക്കെ? 1 3 5 7 അല്ലെ. ഈ സെറ്റാണ്. അതായത് എയിലുണ്ട് ബിയിലില്ല. അപ്പൊ എ ഡിഫറൻസ് ബി അല്ലെങ്കിൽ എ മൈനസ് ബി. അപ്പൊ നമ്മളിവിടെ പറയും എ മൈനസ് ബി. സോ ഇതാണ് എ മൈനസ് ബി. എയിലുണ്ട് ബിയിലില്ല. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതാ വരിക? എങ്ങനെയായിരിക്കും നോട്ടേറ്റ് ചെയ്യുക? നമ്മള് എ മൈനസ് ബിയിലാണ്. എന്താ അതിനർത്ഥം? എയിലുണ്ട് ബിയിലില്ല. എന്താണ് അർത്ഥം? എ മൈനസ് ബി എന്ന് പറഞ്ഞാല് ആ സെറ്റിലെ എയിലുള്ള എലമെന്റ്സ് പക്ഷെ ബിയിൽ ഇല്ലാത്ത എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാം? എ മൈനസ് ബി എന്ന് പറയാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഭാഗം. ഡിഫറൻസ് ഓഫ് സെറ്റ്സ് ആണ് പറയുന്നത് അല്ലെ. സെറ്റുകളുടെ ഡിഫറൻസ്. ഡിഫറൻസ് ഓഫ് സെറ്റ്സ് എ ആൻഡ് ബി ഈസ് ദ സെറ്റ്. അതെന്താണ്? ഒരു സെറ്റ് ആണ്. ഓഫ് ഓൾ എലമെന്റ് വിച്ച് ബിലോങ്സ് ടു എ. എയിലുള്ള എല്ലാ എലമെന്റ്സും ബട്ട് നോട്ട് ടു ബി. ബിയിൽ ഇല്ലാത്തതുമായിട്ടുള്ള. എയിലുണ്ട് പക്ഷെ ബിയിലില്ല. അതിന് ഡിനോട്ട് ചെയ്യലാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. ഓർത്തു വെക്കണം. എ മൈനസ് ബി ആണ് ഇതിനെ ഉപയോഗിക്കുക. നമ്മൾ ഇതിനെ പറയലും എ ഡിഫറൻസ് ബി എന്ന് പറയും, അല്ലെങ്കിൽ എ മൈനസ് ബി എന്ന് പറയും. ഇനി അതേപോലെ തന്നെ എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ പറയുകയാണെങ്കിൽ എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു ബി എന്ന് പറയും. ഇത് എ മൈനസ് ബി ആയതുകൊണ്ടാണ്. ബി മൈനസ് എ ആണെങ്കിലോ ബിയിലുണ്ട് എയിലില്ല എന്നായി മാറും. ഓക്കെ, സോ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. വി എന്ന് പറയുന്ന ഒരു സെറ്റ് എ ഇ ഐ ഒ യു. ഓക്കെ ആണല്ലോ. ബി എന്ന് പറയുന്ന സെറ്റ് എ ഐ കെ യു എന്നുള്ളതാണ്. അപ്പോ ഇവിടെ വി മൈനസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? വി മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുണ്ട് ബിയിലില്ല. അപ്പോ എ ഇതിൽ രണ്ടിലുണ്ട്, ഐ ഇതിലുണ്ട്, പക്ഷെ ഇ ഇല്ല, ഒ ഇല്ല. ഓക്കെ ആണല്ലോ. എ ഇല്ല, ഐ ഇല്ല, യു ഇതിലുണ്ട്, എ ഉണ്ട്, ഐ ഉണ്ട്,
പക്ഷെ ഈ ഇതിലില്ല, ഓം ഇതിലില്ല, യു ഇതിലുണ്ട്. അപ്പോൾ ബി എന്ന് പറയുന്നത് ഇതാണ്. ഇനി അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ച് ചോദിക്കുകയാണെങ്കിലോ, ബി മൈനസ് എ ചോദിക്കുകയാണെങ്കിലോ, ബി മൈനസ് എ. അപ്പൊ ബി മൈനസ് എ എന്ന് പറയുകയാണെങ്കിൽ ബിയിലുണ്ട് പക്ഷെ എയിലില്ല. അതേതാ? കെ ഇല്ല. കണ്ടോ? കെ ബിയിലുണ്ട് പക്ഷെ എയിലില്ല. ഇവിടെ നേരെ തിരിച്ചു ചോദിക്കാം, നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറയും വി മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ അല്ലെ. ഇതിനെ നമ്മൾ പറയുന്ന പേരായിരുന്നു എന്ത്? എന്തായിരുന്നു? കമ്മ്യൂട്ടേറ്റീവ് ലോ. അപ്പോ മൈനസ് എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല? കമ്മ്യൂട്ടേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇത് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിന്റെ വെൻ ഡയഗ്രാം വരക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? ഇതിന്റെ വെൻ ഡയഗ്രാം എങ്ങനെയാ വരിക? നേരത്തെ പോലെ ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടായിരിക്കും. അതേപോലെ ഒന്ന് ഇങ്ങനെയും സെറ്റ് എയും ഇത് സെറ്റ് ബിയും, സെറ്റ് എ സെറ്റ് ബി. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി എന്ന് പറയുന്നത് എയിൽ മാത്രമേ ഉണ്ട്, ബിയിലില്ല അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ എയിൽ മാത്രം വരുന്ന ഭാഗം ഇതല്ലേ? ഇതന്നെയാണ് നമ്മൾ എന്ത് പറയാ? എ മൈനസ് ബി എന്ന് പറയാം. ഇനി ബി മൈനസ് എ ആണെങ്കിലോ, ബി മൈനസ് എ ആണെങ്കിൽ ഇതേപോലെ നമ്മളൊന്ന് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, ഒന്നിങ്ങനെ ഒന്നിങ്ങനെ. സോ അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം മാത്രമേ വരുള്ളൂ. ഇത് എയും ഇത് ബിയും ആണെങ്കിൽ ഇതായിരിക്കും എന്ത്? ബി മൈനസ് എ എന്ന് പറയുന്നത്. സോ ഈ വെൻ ഡയഗ്രാമും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയി വരുന്ന ഒരു ഭാഗമാണ്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ ആണല്ലോ. സോ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട യൂണിയനും ഇന്റർസെക്ഷനും അതേപോലെ തന്നെ ഡിഫറൻസും ഒരു കാരണവശാലും കണക്ട് ചെയ്യില്ല. ഓക്കെ, ഒക്കെ രണ്ടും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള സെറ്റുകൾ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഒരു കാരണവശാലും യൂണിയൻ കാണുമ്പോൾ നമുക്ക് ഇന്റർസെക്ഷനും ഈക്വലായി വരണം എന്ന് ഇല്ല, അങ്ങനെ വരില്ല എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഓർത്തു വെക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഭാഗം. മായി ബന്ധപ്പെട്ട എക്സസൈസ് നമുക്കൊന്ന് ചെയ്യാം. എക്സസൈസ് 1.4 ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. പല കുട്ടികളും അഭിപ്രായപ്പെടുന്നുണ്ട്, സാറേ എല്ലാ എക്സസൈസും സാറ് ചെയ്യണമെന്നില്ല, നമ്മൾ ചെയ്തുകൊള്ളാം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. നമുക്കറിയാം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ടെക്സ്റ്റ് ബുക്കിലുള്ളതിനുള്ളൂ. നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ബേസ് ആയിട്ട് പോകുന്നതുകൊണ്ടാണ് എക്സാമിന് ഇതിലുള്ള അതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. അത് നമുക്കൊരു എക്സാം ബേസിലൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ. സോ നമുക്ക് ഇതിലെ പ്രോബ്ലംസ് എക്സസൈസ് ഞാനൊന്ന് വായിക്കാം. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് സാധാരണ പോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് നൽകാം, ഇവിടെ സ്ക്രീനിൽ നൽകാം. നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്കത് പോകാം. നിങ്ങൾ കൃത്യമായിട്ട് പേനയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എഴുതി വെക്കാം. ഞാൻ കൂടുതൽ ബോർഡിൽ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ കൺസെപ്റ്റുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ മതി. ആവശ്യമുള്ളത് മാത്രം ഞാൻ പറയാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ യൂണിയൻ ഓഫ് ഈച്ച് ഫോളോയിങ് പെയർസ് ഓഫ് സെറ്റ്സ്. അപ്പൊ രണ്ട് പെയർസ് തന്നിട്ടുണ്ട്. ഈ രണ്ട് പെയർസിലെയും അല്ലെങ്കിൽ രണ്ട് സെറ്റുകളിലെയും യൂണിയൻ കാണാനാണ്. യൂണിയൻ കാണുമ്പോൾ നമുക്കറിയാം ഇതിലുള്ള സെറ്റും അതിലുള്ള എലമെന്റ്സ് ഒരുമിച്ച് എഴുതിയാൽ മതി എന്നറിയാം. സോ എക്സ് എന്ന് പറയുന്ന സെറ്റ് 1 3 5 ആണ്. അതേപോലെ y എന്ന് പറയുന്ന സെറ്റ് 1 2 3 എന്നുള്ളതാണ്. അപ്പൊ യൂണിയൻ കാണുമ്പോൾ ആരാ വരിക? 1 3 5 എന്തായാലും അതിൽ വരും, പിന്നെ 2 കൂടി എക്സ്ട്രാ അതിൽ വരും. അപ്പോൾ ഏതായിരിക്കും യൂണിയൻ? എക്സ് യൂണിയൻ y എന്ന് പറയുന്നത് 1 3 5 2. കാരണം 1 ഉം 3 ഉം വൈയിലെ 1 ഉം 3 ഉം ഓൾറെഡി അതിൽ വന്നിട്ടുണ്ട്. സോ അത് എഴുതാൻ പറ്റും. ഇനി എ എന്ന് പറയുന്ന സെറ്റ് രണ്ടാമത്തെ പറയുകയാണെങ്കിൽ AEIOU ആണ്. ബി എന്ന് പറയുന്ന സെറ്റ് ABC എന്നുള്ളതാണ്. സോ ABC യൂണിയൻ കാണുകയാണെങ്കിൽ AEIOU വരും, അതിന്റെ കൂടെ ബിയും സിയും കൂടി എക്സ്ട്രാ വരും യൂണിയൻ കാണുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് പ്രയാസമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് മൾട്ടിപ്പിൾ ഓഫ് 3. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയുന്ന സെറ്റ് അല്ലെ. അപ്പൊ ഏതൊക്കെ നാച്ചുറൽ നമ്പർ ആണ്? മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയുമ്പോൾ 3 6 9 എക്സെട്ര അങ്ങനെ പോകും. ഓക്കെ, ഞാൻ അത് ജസ്റ്റ് ഒന്ന് എഴുതാം. എ എന്ന് പറയുന്ന സെറ്റ് ആരായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയുന്നതിന്റെ നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് എഴുതാം. 3 6 9 12 എക്സെട്ര എന്ന് പറയുന്ന ഒരു സെറ്റ്. ഇനി അതിൽ പറയുന്നത് ബി ഇസ് ദ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. 6ന്റെ ലെസ് ദാൻ ആയി വരുന്ന നാച്ചുറൽ നമ്പർ. അപ്പൊ ബി എന്ന് പറയുന്ന സെറ്റ് എന്തായിരിക്കും വരിക? ബി എന്ന് പറയുന്ന സെറ്റ് 1 2 3 4 5 6 വരില്ല. ലെസ് ദാൻ 6 എന്നാണ്, 6ന് താഴെയുള്ളതാണ്. അപ്പോൾ 6 അതിൽ വരില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഇൻഇക്വാലിറ്റി പറഞ്ഞ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ബി എന്ന് പറയുന്ന സെറ്റ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എ യൂണിയൻ ബി എന്തായിരിക്കും വരിക? ആരായിരിക്കും വരിക? ഇതിൽ എക്സ്ട്രാ ആയിട്ട് ആരുണ്ടാവുള്ളൂ? മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, റെസ്ട്രിക്ട് ചെയ്തിട്ട്. അപ്പൊ ഇതെങ്ങനെ പോകും? അപ്പൊ ഏതൊക്കെ വരും? 1 2 3 4 5 പിന്നെ ആരൊക്കെ വരും? 6 പിന്നെ 12 എക്സെട്ര അങ്ങനെ പോകും. ഓക്കെ ആണല്ലോ. മൾട്ടിപ്പിൾ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വരികയാണെങ്കിൽ സെറ്റ് ഇതേപോലെ 1 2 3
പിന്നെ 6 7 ഇതിൽ വരില്ല. ഓക്കെ ആണല്ലോ. സോ 12 എക്സ്ട്രാ അത് എങ്ങനെ യൂണിയൻ ആയിട്ട് പോകും. ഇനി വരുന്നത് അടുത്ത് പറയുന്ന എ എന്ന് പറയുന്ന സെറ്റ് ഇസ് എ നാച്ചുറൽ നമ്പർ 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അപ്പൊ അടുത്ത സെറ്റ് ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റ് ഇങ്ങനെ പറയുന്നത് 1 1 2 3 1 ഉണ്ടാവില്ല 2 കാരണം 1 അതിലില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു നല്ല ലെസ് ദാൻ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ 1 അതിൽ വരില്ല. അപ്പൊ 2 3 4 5 6 ഇതിൽ വരും. ഓക്കെ ആണല്ലോ. 6 വരുന്നുണ്ട്. നെക്സ്റ്റ് 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10 ആണ്. എക്സ് ലെസ് ദാൻ 10 ആണ്. സോ ഇവിടെ നമ്മൾ ബി എന്ന് പറയുന്ന സെറ്റ് ആരൊക്കെ വരാം? ബി എന്ന് പറയുന്ന 6 വരില്ല. അപ്പൊ 7 8 9 എന്ന് ഈ രണ്ട് എലമെന്റ്സ് വരും. സോ ഇതിന്റെ യൂണിയൻ നമുക്ക് എഴുതാം. എ യൂണിയൻ ബി എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. സോ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റ് ബിൽഡർ ഫോം തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റിയിട്ട് അത് ചെയ്താൽ മതി. ഇനി വരുന്ന അതേപോലെ തന്നെ അഞ്ചാമത്തെ 1 2 3 ബി എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ 5 ആയിരിക്കും അതിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ 1 2 3 എന്ന് പറയുന്ന സെറ്റ് തന്നെ ആയിരിക്കും വരിക. ബി എന്ന് പറയുന്നത് അങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലെറ്റ് എ ഈസ് ഈക്വൽ ടു എ ബി, ബി ഈസ് ഈക്വൽ ടു ബി എ ബി സി. ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണോ? അല്ലേ? ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഈസ് എ യൂണിയൻ ബി? എ യൂണിയൻ ബി എന്തായിരിക്കും? എ ബി സി തന്നെയായിരിക്കും. ആ സെറ്റ് ഏത് തന്നെയാണ്? എ എന്ന് പറയുന്ന സെറ്റ് തന്നെയാണ്. സോറി, ബി എന്ന് പറയുന്ന സെറ്റ് തന്നെയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എ ആൻഡ് ബി ആർ ടു സെറ്റ് സച്ച് ദാറ്റ് എ സബ്സെറ്റ് ഓഫ് ബി. അതായത് എ ബിയും ടു സെറ്റ് ആണ്. എ എന്ന് പറയുന്ന ബിന്റെ സബ്സെറ്റ് ആണ്. അങ്ങനെയെങ്കിൽ ദെൻ വാട്ട് ഈസ് എ യൂണിയൻ ബി? നേരത്തെ ചെയ്ത അതേ ചോദ്യം നമ്പർ 2ന്റെ അതേ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഏതായിരിക്കും? എ യൂണിയൻ ബി എന്ന് പറയുന്നത് ബി തന്നെയായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ രണ്ടാമത്തെ ഫോളോ ചെയ്യുന്നതാണ് മൂന്നാമത്തെ. ഇനി നാലാമത്തെ നോക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇഫ് എ ഈസ് ഈക്വൽ ടു 1 2 3 4, ബി എന്ന് പറയുന്നത് 3 4 5 6, സി എന്ന് പറയുന്നത് 5 6 7 8, ഡി എന്ന് പറയുന്നത് 8 7 8 9 10. ഫൈൻഡ് എ യൂണിയൻ ബി കാണാൻ പറയുന്നുണ്ട്, എ യൂണിയൻ സി കാണാൻ പറയുന്നുണ്ട്, ബി യൂണിയൻ സി കാണാൻ പറയുന്നുണ്ട്, ബി യൂണിയൻ ഡി കാണാൻ പറയുന്നുണ്ട്, പിന്നെ എ യൂണിയൻ ബി യൂണിയൻ സി. അപ്പൊ എ യൂണിയൻ ബിയിലേക്ക് നമ്മൾ സിയും കൂടി യൂണിയൻ ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ എ യൂണിയൻ ബി യൂണിയൻ സി, അതേപോലെ തന്നെ ബി യൂണിയൻ സി യൂണിയൻ ഡി. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഇതേപോലെ സംഖ്യകൾ എഴുതാനേ ഉള്ളൂ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അടയാളപ്പെടുത്താം. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇന്റർസെക്ഷൻ ഓഫ് ഈച്ച് പെയർസ് ഓഫ് സെറ്റ് ക്വസ്റ്റ്യൻസ് എബോവ്. അതായത് നേരത്തെ ചോദ്യത്തിൻ്റെതൊക്കെ എന്ത് ചെയ്യാം? പറഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ഇന്റർസെക്ഷൻ കാണാനാണ് പറയുന്നത്. അപ്പോൾ ഇന്റർസെക്ഷൻ നമുക്ക് കാണാം. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഇന്റർസെക്ഷൻ ഓഫ് ഈച്ച് പെയർസ് ഓഫ് സെറ്റ് ക്വസ്റ്റ്യൻ 1 എബോവ്. നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ ചോദ്യത്തില് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലെ എല്ലാത്തിന്റെയും ഇന്റർസെക്ഷൻ ആണ് കാണാൻ പറയുന്നത്. അപ്പോൾ 1 3 5 1 2 3 എന്ന് പറയുന്നതാണ് ഫസ്റ്റത്തെ വരുന്നത്. അപ്പൊ അതിൽ യൂണിയൻ ഇന്റർസെക്ഷന് വരുന്നത് ആര് മാത്രമേ ഉള്ളൂ? 1ഉം 3ഉം മാത്രമേ ഉള്ളൂ. രണ്ടിലും വരുന്ന എലമെന്റ്സ്. അത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് എ എന്ന് പറയുന്നത് 1 5 7 9 11, ബി എന്ന് പറയുന്നത് 7 9 11 13, സി എന്ന് പറയുന്നത് 11 13 15, ആൻഡ് ഡി എന്ന് പറയുന്നത് 15 17. ആൻഡ് ഫൈൻഡ് എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും ഉള്ളത് ആളുകൾ ആരൊക്കെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 7ഉം 9ഉം 11 ആണ് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അത് അവിടെ നേരത്തെ പോലെ തന്നെയാണ്. അത് നേരത്തെ പോലത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അതിൽ വരുന്നുണ്ട് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. അതിൽ ആറാമത്തെ നോക്കുക. ആറാമത്തെ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. നമ്മൾ ബി യൂണിയൻ സി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ബി യൂണിയൻ സി കണ്ടുപിടിച്ചതിന് ശേഷം ബി യൂണിയൻ സി കിട്ടുന്ന സെറ്റും അതേപോലെ തന്നെ എയുമായിട്ട് ഇന്റർസെക്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അതാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി നോക്കുക. ഞാൻ ടെക്സ്റ്റ് ബുക്ക് നമ്മളെ ഗ്രൂപ്പിലേക്ക് ഇടാം. ടെക്സ്റ്റ് ബുക്കിന്റെ ഫസ്റ്റത്തെ ഭാഗത്ത് തന്നെ ആൻസർ കീ ഉണ്ട്. നിങ്ങൾ ഒതുത്തു നോക്കുക. എന്തെങ്കിലും ഭാഗത്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുക. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ, ബി ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ. ഓക്കെ, സി എന്ന് പറയുന്ന എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ ആൻഡ് ഡി എന്ന് പറയുന്ന എക്സ് ഈസ് എ പ്രൈം നമ്പർ. ഫൈൻഡ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ഇപ്പോൾ എ ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സ് ആണ് 1 2 3 4 5 എക്സെട്ര.
ബി എന്ന് പറയുന്ന എക്സ് ഇസ് എ ഈവൻ നാച്ചുറൽ നമ്പർ. അപ്പൊ നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണല്ലോ ആര്, നാച്ചുറൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ് ആര് വരുന്നത്, ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ എങ്ങനെയാണെങ്കിൽ എയിലുള്ള എല്ലാ എലമെന്റ്സും ആരിൽ വരുന്നുണ്ട്, ബിയിൽ വരുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ യൂണിയൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏത് സെറ്റ് തന്നെയായിരിക്കും കിട്ടുക, നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് തന്നെ ആയിരിക്കും കിട്ടുക. എനിക്ക് എ ഇന്റർസെക്ഷൻ ബി ആണ് എനിക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്റർസെക്ഷന് രണ്ടിലും വരുന്ന എലമെന്റ് ആര് തന്നെയാണ്, സബ്സെറ്റ് ആരാണോ വരുന്നത് അവര് തന്നെയായിരിക്കും വരിക. അപ്പോൾ ഇവിടെ ആരായിരിക്കും വരിക, ഈവൻ നമ്പേഴ്സ് തന്നെയായിരിക്കും വരിക. പിന്നെ അടുത്ത് എ ഇന്റർസെക്ഷൻ സി. എ ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എക്സ് ഇസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ അതിലൊക്കെ ആര് വരും, ഓഡ് നമ്പേഴ്സും വരും, ഓഡ് ഈവൻ നമ്പേഴ്സ്. അപ്പൊ ഇന്റർസെക്ഷൻ കാണുമ്പോൾ ആരായിരിക്കും വരിക, ഓഡ് ആയിരിക്കും വരിക. ഇനി അടുത്ത് പറയുന്നത് എ ഇന്റർസെക്ഷൻ ഡി എന്നുള്ളതാണ്. എ ഇന്റർസെക്ഷൻ ഡി എന്ന് പറയുമ്പോഴും ഇതേ കൺസെപ്റ്റ് തന്നെയാണ്. എ ഇന്റർസെക്ഷൻ ഡി എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആയിട്ട് വരുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. അപ്പൊ ഈ സബ്സെറ്റ് തന്നെ ആയിരിക്കും ഇന്റർസെക്ഷൻ ആയിട്ട് നമുക്ക് കിട്ടുക. പിന്നെ ബി ഇന്റർസെക്ഷൻ സി. ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുന്നത് എക്സ് ഇസ് എ ഈവൻ നാച്ചുറൽ നമ്പർ ആണ്, സി എന്ന് പറയുന്നത് ഓഡ് നാച്ചുറൽ നമ്പർ ആണ്. രണ്ടും വ്യത്യസ്തമാണ്, രണ്ടും കണക്ഷൻ ഇല്ല. ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടിൽ കോമൺ ആയിട്ട് എലമെന്റ് വരും. ഒന്ന് ഇരട്ട സംഖ്യയാണ്, മറ്റൊരു ഒറ്റ സംഖ്യയാണ്, ഒരിക്കലും കണക്റ്റഡ് അല്ല. സോ അവിടെ നമുക്ക് ഉത്തരം 5 ആയിരിക്കും വരും. ഇന്റർസെക്ഷൻ ഇല്ല, ഡിസ്ജോയിന്റ് ആണ്, ഡിസ്ജോയിന്റ് സെറ്റ്സ് ആണ്. പിന്നെ ബി ഇന്റർസെക്ഷൻ ഡി. ബിയും ഡിയും ആണ്. അപ്പൊ പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ ഒരൊറ്റ പ്രൈം നമ്പർ ഈവൻ ആയി വരുന്നുള്ള, അതാരാ, 2 ആണ്. അപ്പൊ ഇന്റർസെക്ഷൻ ആരായിരിക്കും, 2 ആയിരിക്കും. ഇനി പറയുന്നത് സി ഇന്റർസെക്ഷൻ ഡി ആണ്. സി എന്ന് പറയുന്നത് എക്സ് ഇസ് ആൻ ഓഡ് നമ്പർ ആണ്. ഓക്കെ, ഇന്റർസെക്ഷൻ നമ്മൾ പറയുമ്പോൾ എക്സ് ഇസ് എ പ്രൈം നമ്പറും ആണ് വരുന്നത്. അപ്പോൾ ഈ നമ്മൾ പറയുന്ന പ്രൈം നമ്പേഴ്സ് രണ്ടല്ലാത്ത എല്ലാവരും എന്താണ്, ഓഡാണ്. അപ്പൊ ഈ രണ്ടിനെ ഒഴിവാക്കിയിട്ട് വരുന്ന പ്രൈം നമ്പേഴ്സ് ആയിരിക്കും ആരായിട്ട് വരിക, പ്രൈം 2നെ ഒഴിവാക്കിയിട്ട് വരുന്ന സെറ്റ് ആയിരിക്കും ഇന്റർസെക്ഷൻ ആയിട്ട് നമുക്ക് കിട്ടുക. ഓക്കെ ആണല്ലോ, വളരെ സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 2 ഒഴിവാക്കിയിട്ടുള്ള പ്രൈം നമ്പേഴ്സിന്റെ സെറ്റ്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ഓഫ് സെറ്റ്സ് ആർ ഡിസ്ജോയിന്റ്. ആരൊക്കെയാണ് ഡിസ്ജോയിന്റ് ആയി വരുന്ന സെറ്റ് എന്ന് ചോദിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒക്കെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ടുണ്ട്. അപ്പോൾ റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുക. എന്നിട്ട് രണ്ടിലും എയിലുള്ള എല്ലാ എലമെന്റ്സും അല്ലെങ്കിൽ എയിലും ബിയിലുള്ള എലമെന്റ് തമ്മിൽ ഡിസ്ജോയിന്റ് ആണെങ്കിൽ, എയിലുള്ള എലമെന്റ് ഒന്നും ബിയിലില്ല എന്നുണ്ടെങ്കിൽ അത് ഡിസ്ജോയിന്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന. 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ എ മൈനസ് ബി ആണ് പറയുന്നത്, ബി മൈനസ് സി ആണ്. അതേപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി കോണ്ടാക്ട് ചെയ്യുക. ഇത് നമ്മൾ ചെയ്ത അതേ മോഡലിൽ അതേ മോർ എക്സസൈസ് ചെയ്യുന്നതായതുകൊണ്ടാണ് ഞാനിത് ബോർഡിൽ ചെയ്യാത്തത്, അത്രേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ഇനി എന്തെങ്കിലും ഞാൻ ചെയ്യണം, ഈ ഒരു എക്സസൈസ് ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം, പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കേൾക്കുക, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.